ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് നെന്മാറക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി കണ്ട വൺ ഡേ ട്രിപ്പിനും അതുപോലെ തന്നെ ഫാമിലിക്കായാലും കപ്പിൾസായാലും വരാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ് ഈ നെല്ലിയാമ്പതി എന്നുള്ളത്. നെല്ലിയാമ്പതിക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് പോത്തുണ്ണി ഡാം കാണാൻ പറ്റും. ഇവിടെ ഒരാൾക്ക് 20-30 രൂപയാണ് കേട്ടോ കയറാൻ ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി നല്ല കിടിലൻ ആംബിയൻസ് ആണ്. നല്ല വിശാലമായി നടക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഡാമിന്റെ മുകളിലോട്ട് കയറി നല്ല കിടിലൻ വൈബ്. ഡാമിന്റെ അങ്ങേയറ്റത്ത് വളരെ മനോഹരമായി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എടുത്തത്. പ്രകൃതി നമ്മൾക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറെ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലോട്ട് കണ്ട പോയത്. നെല്ലിയാമ്പതി എന്നുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 467 മീറ്റർ മുതൽ 1572 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം. വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്പോട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. നെല്ലിയാമ്പതിയിൽ കാണാൻ പറ്റിയ ഒരുപാട് കിടിലൻ സ്പോട്ട് ഉണ്ട്. സീതാറംകുണ്ട്, മാമ്പാറ, കേശവംപാറ, വിക്ടോറിയ ചർച്ചക്കുന്ന്, കാരാപ്പാറ ഡാം, പോത്തുണ്ണി ഡാം, ഓറഞ്ച് ഫാം, പിന്നെ അതുപോലെ തന്നെ ട്രക്കിങ്. ഇതെല്ലാം കാണാനും ഇവിടേക്കൊക്കെ കയറാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോകണ്ട. നേരം വൈകി ഇതൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്യാവശ്യം ഓടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കാണാനും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കയറാനൊക്കെ പറ്റും. നെല്ലിയാമ്പതിയിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന തേയില ഉണ്ട്. കൂടാതെ കാപ്പി, ഓറഞ്ച്, ഏലം, കുരുമുളക് എന്നിവയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ പോയ ഭാഗ്യം ഉണ്ടെങ്കിൽ ആനനെയും പോത്തിനെയും പന്നിനെയും മാനിനെയും ഒക്കെ കാണാൻ പറ്റും. നെല്ലിയാമ്പതിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷെ നല്ല കോട നിറഞ്ഞു നിൽക്കുന്ന സമയമാകുമ്പോൾ കിടില ആംബിയൻസ് ഉണ്ട്. നേരത്തെ വന്ന നല്ല കിടില സ്പോട്ടാണ് കേട്ടാ നെല്ലിയാമ്പതി എന്നുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലത്തേക്ക് ബൈ.